മാധവ് അശ്വന്ത് ഗോക്കിന്റെ പ്രതികരണം കേട്ട് കാണും. 7 പ്രാവശ്യം കുളിച്ചാലും എന്റെ നാട്ടിൽ തീരില്ല. ഒരു പക്ഷേ അത് അല്പം കടുത്ത പ്രതികരണമാണ്. നമുക്കതൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അത്രത്തോളം മോശ ഭാഷയിലായിരുന്നു. എന്താണ് മാധവ് ഇത് കേട്ടപ്പോൾ തോന്നിയത്? എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അശ്വന്ത് ഗോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പ്രമാദം. കവിത കവിത പഠി. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് ഗോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. അയ്യോ മഹാഭാവി, അവനങ്ങനെ പറഞ്ഞോ? സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കുന്നല്ലേ? എവിടെ ചെന്നാലും കച്ചറ, കച്ചറ ഞാനും കച്ചറ. എന്റെ ഏതാൾക്കാരടാ പണ്ടിക്കരുമ്പാറ, എന്റെ ഏതാൾക്കാരെ. ക്ഷമിക്കണം, ആളറിയാതെ പറഞ്ഞു പോയതാണ്. കോക്കേട്ടാ, ഈ ആൾക്കാര് ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? എനിക്ക് ഏതാൾക്കാരെ? ഞാൻ തനിയാൾ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും ഒരാള് വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് ഗോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അതെ, നമുക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറയട്ടെ, അശ്വന്ത് ഗോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഇതാ പറഞ്ഞത്. പണ്ടും ഞാൻ പറഞ്ഞ ആരും ഒന്നും വിശ്വസിക്കില്ല. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് ഗോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് ഗോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനിവൺ. എന്ത് പറയാനടാ ദാസ? അപ്പോൾ അശ്വന്തിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ വിളിക്കാം. നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഫേക്ക് കാര്യങ്ങളും അറിയാവുന്ന, ഞാനും മാധവനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പരസ്യമായിട്ടൊരു പക്ഷേ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത്.